ഹായ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഗ്ലൂട്ടാത്തയോണിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ കൊളാജനെ കുറിച്ചുള്ള വീഡിയോയിൽ ചെയ്തതിന് ശേഷം ഒരുപാട് പേര് നമുക്ക് മെസ്സേജായിട്ട് എൻക്വയറി ചെയ്ത ഒരു പ്രൊഡക്റ്റ് എന്നുള്ള നിലയ്ക്കാണ് ഗ്ലൂട്ടാത്തയോൺ എടുത്തിട്ടുള്ളത്. കാര്യം ഗ്ലൂട്ടാത്തയോനെ പറ്റി ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. അത് വൈറ്റനിങ്ങിനൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ അതുകൂടാതെ അതിൻ്റെ മറ്റുള്ള ബെനിഫിറ്റ്സും എല്ലാം കൂടെ അറിയിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോക്ക് കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും, അത് അഡ്ജസ്റ്റ് ചെയ്തേക്കുക. എനിവേ, ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് നമ്മൾ കൊളാജനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഇതൊരു പെപ്റ്റൈഡ് കോമ്പോണൻ്റ് ആണ്. അതായത് അമിനോ ആസിഡുകൾ കൂട്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ശരീരം ഉണ്ടാക്കുന്ന ഒരു കോമ്പോണൻ്റാണ്. അതായത് ഗ്ലൈസിൻ, സിസ്റ്റീൻ, ഗ്ലൂട്ടാമിക് ആസിഡ് ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ലിവറിനകത്ത് ഉണ്ടാക്കുന്ന ഒരു ഒരു പെപ്റ്റൈഡ് കോമ്പിനേഷനാണെന്ന് പറയാം. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നമ്മൾ ഓക്സിജൻ എടുക്കുന്നു, അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഓക്സിജൻ മാത്രം വെച്ചിട്ടല്ല, നമ്മളതിനകത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എടുക്കുന്ന ഗ്ലൂക്കോസിൻ്റെ ഒക്കെ കൂടി സഹായത്തോടു കൂടിയിട്ടാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ ലോകത്തുള്ള ഒരു ബാക്ടീരിയ മുതൽ ഒരു ദിനോസർ വരെ, അല്ലെങ്കിൽ ഒരു ചെടി ആയിക്കോട്ടെ, ഏത് ജീവിയായാലും അതിൻ്റെ അൾട്ടിമേറ്റ് എനർജി സോഴ്സ് എന്ന് പറയുന്നത് അത് ഈ പറയുന്ന എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് അവസാനം ഉണ്ടാക്കുന്ന ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ വഴിയാണ് നമ്മുടെ എനർജി എപ്പോഴും ശരീരം നിലനിർത്തുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത്, ഏതൊരു ജീവി. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്തും ഈ ATP എന്ന് പറഞ്ഞ പ്രോസസ്സ്, ATP ഉണ്ടാക്കുന്ന ഈ ഒരു പ്രോസസ്സ് കഴിയുന്നതോടുകൂടി തന്നെ നമുക്കതിനകത്ത് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അഥവാ റിയാക്റ്റീവ് ഓക്സിജൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് ഓക്സിഡേഷൻ എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് നയിക്കുകയും, അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽ ഒരുപാടധികം അമിതമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മളെ പെട്ടെന്ന് ഏജിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിലാണ് നമുക്ക് ഉണ്ടാവുന്ന ഈ ഒരു ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റുകൾ, അഥവാ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന വസ്തുക്കൾ കഴിക്കേണ്ടി വരുന്നത്. നമുക്ക് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് അവൈലബിൾ ആണ്. അതിനകത്ത് ഏറ്റവും പവർഫുൾ ആയ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത്. അതുകൂടാതെ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ഇതൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഈ പറഞ്ഞ മറ്റുള്ള പ്രോസസ്സൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ പറയാം. എനിവേ, അപ്പോൾ ഇതിൻ്റെ ഗ്ലൂട്ടാത്തയോണിൻ്റെ ഏറ്റവും വലിയൊരു യൂസ് എന്ന് പറയുന്നത് അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിനെ ഏജിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ നിന്ന് വലിയ രീതിയിൽ തടഞ്ഞു വെക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡീടോക്സിഫയർ ആണ്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് പലതരത്തിലുള്ള കെമിക്കൽസ്, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമല്ലാത്ത കെമിക്കൽസ്, അത് സിനോബയോട്ടിക്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാവാം, നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് നിന്നാവും, നമ്മൾ ജീവിക്കുന്ന എൻവിയോൺമെൻറ്റിൽ നിന്നാവും, സ്ട്രെസ്സ് കൊണ്ടാവും, പല കാരണങ്ങളുണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മുടെ ശരീരത്തിന് വളരെ ദോഷകരമായ രീതിയിൽ ടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഒരു വിഷം കയറിയ പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുന്ന പ്രോസസ്സാണ് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനകത്തും വലിയ റോള് വഹിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ പറഞ്ഞ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഇൻഫ്ലമേറ്ററി ഡിസീസുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസൊക്കെ പോലുള്ള അസുഖങ്ങൾ വരുന്നതിന് ഇതിന് തടയാൻ കഴിയുന്നുണ്ട്. പാർക്കിൻസൺസ് ഡിസീസ് പോലുള്ള അസുഖങ്ങളെ ഇതിനെ തടയാൻ കഴിയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ളൊരു ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ് നമ്മൾ ഈ വൈറ്റനിങ്ങിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിനകത്ത് നമുക്ക് ഈ സണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് മെലാനിൻ എന്ന് പറയുന്നത്. അഥവാ പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കുന്നത് ആ മെലാനിൻ എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വെയിൽ കൊള്ളുന്നവർക്ക് കൂടുതലായിട്ട് മെലാനിൻ ആവശ്യം വരും. അപ്പോൾ ആ ഭാഗങ്ങളിൽ വെയിൽ കൊള്ളുമ്പോൾ നമ്മുടെ ശരീരം ചില സമയത്ത് കൂടുതൽ വെയിൽ കൊള്ളുമ്പോൾ ശരീരം തന്നെ കൂടുതൽ പിഗ്മെൻ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ആ ഭാഗങ്ങളിൽ കറുത്ത സ്പോട്ടുകളായിട്ട് പിന്നീട് മാറുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ സാധനം, അതൊഴിവാക്കാനാണ് നമ്മൾ വൈറ്റനിങ്ങിന് വേണ്ടി എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സും ഇതിനകത്ത് നടക്കുന്നുണ്ട്. മെലാനോജനസിസ് എന്ന് പറയുന്ന സംഭവത്തിനെ തടയുന്ന ഒരു പ്രോപ്പർട്ടി കൂടെ ഈ ഒരു ഗ്ലൂട്ടാത്തയോണിനുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നോർമലി നമുക്ക് ഗ്ലൂട്ടാത്തയോണായിട്ട് പറയാനുള്ള ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്ലൂട്ടാത്തയോൺ നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് നോർമലി ക്രൂസിഫറസ് വെജിറ്റബിൾസ്, അഥവാ നമ്മൾ ഈ ബ്രോക്കോളി അല്ലെങ്കിൽ നമ്മുടെ ക്യാബേജ്, കോളിഫ്ലവർ, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ സൾഫറസ് കോമ്പൗണ്ട് കൂടുതൽ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസിൽ നിന്ന് നല്ല രീതിയിൽ നമുക്ക് ഗ്ലൂട്ടാത്തയോൺ കിട്ടുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ ഉണ്ടാക്കാനുള്ള ശരീരത്തിന് ആവശ്യമുള്ള ഈ പറഞ്ഞ അമിനോ ആസിഡുകൾ കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ ശരീരം, ലിവർ അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ 20 വയസ്സ് കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു 10 വർഷത്തിലും ഏകദേശം 8 മുതൽ 15 വരെ ശതമാനം ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രൊഡക്ഷൻ കുറയും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഗ്ലൂട്ടാത്തയോൺ ഓറലി എടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഗ്ലൂട്ടാത്തയോൺ കൺസ്യൂം ചെയ്യേണ്ടി വരും. സാധാരണഗതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂട്ടാത്തയോൺ 500 mg ഒക്കെ ടാബ്ലറ്റുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ ഒക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ബയോ അവൈലബിലിറ്റി, നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളത് കഴിച്ചാലും നമുക്ക് കിട്ടുന്ന ഒരു ഡോസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടതിനേക്കാൾ, അതായത് നമ്മൾ കഴിക്കുന്നതിനേക്കാൾ വളരെ ചെറിയ എമൗണ്ടേ നമുക്ക് കിട്ടുന്നുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവസാനത്തെ ഒരു സ്റ്റഡീസ് പ്രകാരം നമുക്കിപ്പോൾ പറയുന്നത് അസറ്റൈൽ സിസ്റ്റീൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഗ്ലൂട്ടാത്തയോൺ. ഓക്കെ, അസറ്റൈൽ ഗ്ലൂട്ടാത്തയോൺ, സിസ്റ്റീൻ ഞാൻ പറഞ്ഞത്. അസറ്റൈൽ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്ന ആ ഒരു ഫോമിലുള്ള ഗ്ലൂട്ടാത്തയോൺ ആണെങ്കിൽ അതിൻ്റെ ഒരു 200 mg ടാബ്ലറ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വാങ്ങിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാര്യം അതിനകത്ത് ബയോ അവൈലബിലിറ്റീൻ്റെ ഇഷ്യൂ വളരെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോഴും ബയോ അവൈലബിലിറ്റി വളരെ കുറവായിട്ടേ നമുക്ക് കിട്ടുള്ളൂ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്ന സാധനത്തിനകത്ത്. ഓക്കെ, ഇനി മറ്റുള്ള യൂസുകൾ, അതായത് ക്രീമായിട്ട് വരുന്നുണ്ട്, അതുപോലെ IV ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. IV ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്തൊക്കെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്ര റിസൾട്ട് ഇവിടെ നടന്നിട്ടില്ല. 1-2 സ്റ്റഡി മാത്രമേ നടന്നിട്ടുള്ളൂ. അതിനകത്തും IVയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ശുഭകരമല്ല. പെർമനൻ്റ് ആയിട്ട് വൈറ്റനിങ് ഉണ്ടാക്കില്ല. കുറച്ച് നാളത്തേക്ക് മാത്രം നിന്നിട്ട് പിന്നെ ഒരു 5-6 മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ പഴയ പോലെ തന്നെ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് IVൻ്റെ അകത്തൊക്കെ സ്റ്റഡി പ്രകാരം. പക്ഷേ ഒരുപാട് പേർക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് അവൈലബിൾ ഡാറ്റ വെച്ച് പറയുകയാണെങ്കിൽ ഈ വൈറ്റനിങ്ങിനകത്ത് IVൻ്റെ അകത്തോ അല്ലെങ്കിൽ ക്രീമായിട്ട് യൂസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് തുലം കുറവാണെന്നാണ്. അല്ലെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അത് നമുക്കവിടെ നിലനിർത്തുന്നില്ല. പിന്നീട് അത് വീണ്ടും പഴയ കളറിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് എപ്പോഴും നമ്മളെ ശരീരത്തിന് എപ്പോഴും സണ്ണെന്നും അങ്ങനെയുള്ള ഇതിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും. അതിൻ്റെ ഭാഗമായിട്ട് മെലാനിൻ ഉണ്ടാകും, പിഗ്മെൻറ്റേഷൻ നടക്കും. അപ്പോൾ അത് വീണ്ടും നമ്മുടെ പഴയ കളറിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വാട്ടർ കണ്ടൻറ്റ് നിലനിർത്തുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമ്മുടെ ശരീരം ഈ